ചോക്കുവിൻ്റെ കഥ കേട്ടോ. ചോക്കു ഞങ്ങളുടെ കയ്യിൽ എങ്ങനെ എത്തി, ചോക്കു എങ്ങനെ ഞങ്ങളുടെ കൂട്ടത്തിൽ ജീവിക്കുന്നു എന്നുള്ള എല്ലാവിധ കാര്യങ്ങളും പറയുന്ന പാർട്ട് 1 ആണ്. അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം, പല പാർട്ടായിട്ട് പറഞ്ഞു തരാം കേട്ടോ. ഒത്തിരി പേര് കുറേ ഇതിൽ വന്ന് കമൻ്റൊക്കെ ചെയ്യുന്നുണ്ട്, ഞങ്ങൾ വാരി കൊടുക്കുന്നതിന് ചീത്ത പറയുന്നുണ്ട്, പിന്നെ ഞങ്ങളെ അധിക്ഷേപിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ കൂടെ ഒരു ഉത്തരം കൂടെയാണ് ഈ ഒരു ചെറിയ കഥ കേട്ടോ. അങ്ങനെ ചോക്കു എങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു, എങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പാർട്ടായി എന്നൊക്കെയുള്ള എല്ലാവിധ കാര്യങ്ങളും ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കെല്ലാവരെയും വീടിനുള്ളിലാക്കി അടച്ചു പൂട്ടിയ ഒരു കോവിഡ് കാലം, കൊറോണ കാലം കേട്ടോ. അപ്പോൾ ഇവിടെ ചോക്കുവിൻ്റെ അച്ഛനായ ഞാൻ മാത്രം ചൈനയിൽ പെട്ടു. എൻ്റെ കുടുംബം മുഴുവനും നാട്ടിൽ ചൈനീസ് ന്യൂ ഇയർ അവധിക്ക് പോയതാണ്, അവരെല്ലാം നാട്ടിൽ പെട്ടുപോയി. അപ്പം ഞാൻ മാത്രം ഇവിടെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു സമയം, വളരെ ബോറുള്ള ഒരു സമയമായിരുന്നു കേട്ടോ അത്. നമുക്ക് എന്താ പറയുന്നത്, ഇവിടെ പുറത്തൊക്കെ ഇറങ്ങാൻ തുടങ്ങി മാസ്കൊക്കെ വെച്ച്, പക്ഷേ എന്നാലും ഒരിടത്തും ആരുമില്ല, വളരെ കുറച്ച് ഫ്രണ്ട്സ്. അപ്പോൾ എവിടെ ഇറങ്ങിയാലും നമ്മൾ ചെക്ക് ചെയ്യണം, പേടിച്ചിട്ട് പുറത്തിറങ്ങിയാലും പണിയാകുന്നുള്ള പേടി. അപ്പോൾ ഓരോ ദിവസം 24 hours 72 hours ഒക്കെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ മൊത്തത്തിൽ റെസ്ട്രിക്ഷനായ സമയം, നമുക്ക് പുറത്ത് പബ്ലിക് പ്ലേസസിലൊന്നും പോകാൻ പറ്റില്ല. അങ്ങനെ ഒരു സമയത്ത് ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയത്താണ് മനസ്സിലൊരു പ്ലാൻ വന്നത്. നമുക്കൊരു കൂട്ട് വേണം, ഒറ്റയ്ക്കാണ് വീട്ടിൽ, ഒരു കൂട്ട് വേണമെന്നൊരു തോന്നലും. കുട്ടികൾ അവിടെ നിന്ന് വിളിച്ച് സജസ്റ്റ് ചെയ്തു, ഡാഡി ഒരു ഡോഗിനെ വാങ്ങിക്ക്, നമുക്ക് ആ ഡോഗ് കൂർഗി എന്ന് പറയുന്ന ഒരു ഡോഗുണ്ട്, നല്ല ഡോഗാണത്, അതിനെ വാങ്ങിച്ച് ഡാഡി വളർത്തു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾക്ക് വീട്ടിലും ഞങ്ങൾക്കൊരു ഡോഗ് ഉണ്ടായിരുന്നു. അതിൻ്റെ കഥകൾ നമ്മൾ മുന്നോട്ട് പറയാം. അപ്പോൾ ഞങ്ങൾ നല്ലൊരു പെറ്റ് ലവേഴ്സാണ്, ഭയങ്കരമായിട്ടും നമുക്ക് ഇഷ്ടമാണ് പട്ടികളെയും പൂച്ചകളെയും എല്ലാവരെയും ഇഷ്ടമാണ്. അപ്പം എനിക്ക് മനസ്സിലാഗ്രഹം വന്നു, ഓക്കെ വാങ്ങിക്കാം ഒരു പട്ടിയെ. അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തിനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, പറ്റില്ല, അത് നീ വാങ്ങിക്കരുത്, അത് നിനക്ക് പണിയാണ്, അവർ വലിയൊരു ലയബിലിറ്റിയാണ്, പുറത്തൊന്നും പോകാൻ പറ്റില്ല എന്നൊക്കെയുള്ള ഒത്തിരി എല്ലാവരും എന്നെ അതിൽ നിന്ന് മുടക്കാൻ ശ്രമിച്ചു. ചൈന പോലുള്ള രാജ്യത്ത് പട്ടിയായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ നിനക്കൊരിടത്തും മൊബിലിറ്റി ഉണ്ടാവില്ല, അതിനെ നോക്കണം, അതിൻ്റെ ഇതും ചെയ്ത് നിൻ്റെ ട്രാവലിംഗ് എല്ലാം കുളമാകുമെന്ന് പറഞ്ഞു. ഞാൻ അതും കേൾക്കാതെ ഞാൻ പെറ്റ് ഷോപ്പ് നോക്കാൻ പോയി കേട്ടോ. അങ്ങനെ പെറ്റ് ഷോപ്പിൽ പോയി ഇങ്ങനെ ഞാൻ പട്ടികളെയെല്ലാം ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു കുറുക്കിയുടെ പട്ടി മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതിനൊരു 6 month old ആയിരുന്നു, ഒരു വലിയ കേജിലിട്ടിരിക്കുന്നു, സാമാന്യം സൈസും ഉണ്ട് അതിന്, കാണാനൊക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്കെന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ വന്നില്ല. ഞാനപ്പോൾ പെട്ടെന്ന് നോക്കിയപ്പോൾ എൻട്രൻസിൽ തന്നെ 2 കേജുകളിൽ 2 കുഞ്ഞി പട്ടികൾ, എനിക്ക് അതിൻ്റെ ബ്രീഡ് അറിയില്ല, എന്താ അറിയില്ല, 2 ടൈപ്പിലുള്ള പട്ടികൾ എന്നെ നോക്കി ഭയങ്കര കൊര, ഒരെണ്ണം മുകളിൽ ഒരെണ്ണം താഴെയും. താഴെയുള്ള ആൾ ഭയങ്കര ക്യൂട്ട്, അതിൻ്റെ കേജിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കൈയൊക്കെ ഇട്ട് ഇങ്ങനെ നോക്കി കുരയ്ക്കുന്നുണ്ട്. പക്ഷേ എന്നെ കണ്ടിട്ടുള്ള ഒരു ദയനീയമായിട്ടുള്ളൊരു നോട്ടവും ഒക്കെ. മുകളിലുള്ള ആൾക്കും എന്നെ ഭയങ്കര ചാടി ഇങ്ങനെ എന്നെ എടുക്കൂ എന്ന് പറഞ്ഞ് ചാടുന്നു. താഴെയുള്ള ആളും താല്പര്യത്തിൽ നോക്കുന്നുണ്ട്, കുരയ്ക്കുന്നുണ്ട്, പക്ഷെ ഒരു ലേസി ടൈപ്പ് എന്നുവെച്ചാൽ വരണം എന്നാ വേണ്ട, ഒരു തലക്കനമുള്ള ഒരാൾ. അപ്പോൾ ഞാൻ അവരെയൊക്കെ ഒന്ന് ചുറ്റുപറ്റി നോക്കിയിട്ട് കൂർഗാണല്ലോ മക്കൾ പറഞ്ഞത്, അപ്പോൾ കൂർഗിയെ തന്നെ നമുക്ക് നോക്കാമെന്നുള്ള രീതി അതിനെ നോക്കും. പക്ഷെ എന്നാലും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. ഒരു 6 month ഉള്ള ഡോഗ് വളർച്ചയുള്ള പോലെ എനിക്ക് തോന്നി. അപ്പോൾ എന്തായാലും എനിക്ക് ചെറിയ ഡോഗായിരുന്നു വേണ്ടത്, കാരണം നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിലിട്ട് വളർത്തേണ്ടതാണ്. അപ്പോൾ വലിയ സൈസ് ഡോഗൊന്നും പറ്റില്ല. അപ്പം ഞാൻ അതിനെ ഇങ്ങനെ കൺഫ്യൂസ്ഡായി. അപ്പം ഞാൻ ഫോട്ടോസ് എടുത്ത് കുട്ടികൾക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് പറഞ്ഞോടാ, ഞാനൊരു പട്ടിയെ വാങ്ങുവാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് എൻ്റെയൊക്കെ ചൂടായി, അപ്പോൾ നീ പട്ടിയെ വാങ്ങുവാണെങ്കിൽ ഞാൻ നിൻ്റെ വീട്ടിൽ വരില്ല എന്നൊക്കെയുള്ള ഒരു ഭീഷണി. കാരണം നമ്മുടെ ഇൻറ്റിമേറ്റ് സുഹൃത്താണല്ലോ, സുഹൃത്തും വേണമല്ലോ. അപ്പം ഞാൻ കൺഫ്യൂസ്ഡായി. അപ്പം ഞാൻ വിചാരിച്ചു വാങ്ങണോ വേണ്ടയോ എന്നുള്ള ചിന്തയിൽ അങ്ങനെ വിട്ട് ഞാൻ പതുക്കെ പിന്നോക്കം വലിഞ്ഞിട്ട് ഞാൻ അന്ന് പോയി. അതൊരു രാവിലെ ടൈമിലാണ് പോയത്, സെപ്റ്റംബർ 26 2021. അപ്പോൾ അന്ന് പോയിട്ട് വീട്ടിൽ ചെന്ന് കുറച്ചുകൂടെയൊക്കെ ആലോചിച്ചു, കുട്ടികളൊക്കെ ആയിട്ട് സംസാരിച്ചു. അപ്പോൾ കുട്ടികൾ ഫോട്ടോസ് കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഡാഡി ആ കേജിൽ കിടക്കുന്ന ആ താഴെയുള്ള ഡോഗ് എന്തോ ക്യൂട്ട്, അതിനെ കാണാൻ ഭയങ്കര സ്വീറ്റ്, നമുക്ക് അതും മതി ഡാഡി. കൂർഗിക്ക് വാലില്ല, കൂർഗിക്ക് വാലില്ല.
ഈ മറ്റേ പട്ടി എന്തര രസം കാണാനായിട്ട് ഭയങ്കര ഭയങ്കര സ്വീറ്റായിട്ടിരിക്കുന്നു, നമുക്ക് അത് മതി എന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര ബഹളം. പിന്നെ ഞാനൊന്നും ചിന്തിച്ചില്ല. തിരികെ പോയി എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ആ സുഹൃത്തിനെയും കൂട്ടി നേരെ പെറ്റ് ഷോപ്പിൽ പോയി. അപ്പം ഞാൻ നോക്കിയപ്പം അതിന് നല്ല എക്സ്പെൻസീവാണത്. പിന്നെ നമ്മൾ ബാർഗൈനൊക്കെ ചെയ്ത് ഞാൻ ആ ഒരു കൊച്ചിനെ അവർ എനിക്ക് തരാനായിട്ട് അതിന് മുമ്പ് വാഷ് ചെയ്ത് കൂടെല്ലാം തുറന്ന വഴി ഒരൊറ്റ റോക്കറ്റ് പോലെ പറന്ന് അവിടെയൊക്കെ ഓടുന്നു, മേത്ത് വന്ന് കയറുന്നു, ഓടുന്നു, പായുന്നു, ഭയങ്കര ബഹളം. ഒരു പൊട്ടാസ് ടൈപ്പ് സാധനം. അപ്പം പിന്നെ അവരതിനെടുത്ത് കുളിപ്പിക്കാൻ തുടങ്ങി.